welcome back to another vlog, guys. This is your Anish. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളത് അടുത്ത ഒരു ലോഡിക്ക് ആദ്യത്തെ ലോഡ് ഇന്നത്തെ കയറ്റി നമ്മൾ നിമിലി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോയിക്കാണ്. നിമിലി ഇവിടുന്ന് ഏകദേശം 42 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ നമ്മൾ നിമിലി ലക്ഷ്യമാക്കി കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിമിലി എന്ന് എക്സാക്റ്റായിട്ട് നിമിലി എവിടെയാണെന്ന് വെച്ചാൽ നമ്മുടെ ശ്രീപറമ്പത്തൂർ പേരമ്പാക്കം പോണ വഴിയിലാണ് ഉള്ളത്. അപ്പോൾ നമ്മളിത് കുണ്ടത്തൂർ അവിടെ ഔട്ടർ റിംഗ് റോഡ് ബൈപ്പാസൊക്കെ വന്നു. ചില്ലിങ്ങൊക്കെ ഭയങ്കര ഡസ്റ്റാണ് ഗൈസ്, അതൊക്കെ റെഡിയാക്കണം. അപ്പോൾ നമുക്ക് എന്താ ഡസ്റ്റൊന്നും ഭയങ്കരമായിട്ടുണ്ട്, ക്ലിയർ ആവുന്നുണ്ട് വീഡിയോ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഏതാണ്ട് ഒരു 31 കിലോമീറ്റർ കൂടിയുണ്ട് നമ്മുടെ ഇതിലേക്ക്. അപ്പോൾ നമ്മളിത് കുണ്ടത്തൂർ ശ്രീപെരുമ്പത്തൂർ മെയിൻ റോഡിലേക്ക് വന്ന് കയറിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടുന്ന് കുറച്ച് അങ്ങോട്ട് നമ്മളൊരു 9 കിലോമീറ്റർ പോയിട്ട് നമ്മൾ ഹുണ്ടായി മാനുഫാക്ചറിൻ്റെ ഇതിലേക്ക് കയറും. അപ്പോൾ ഇതൊക്കെ മോർണിംഗ് ഇപ്പോൾ ഒരു സമയം 10:50-11 മണിക്ക് ആവാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ഹുണ്ടായുടെ ഇതിലേക്ക് നമ്മൾ എടുത്തു. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ അങ്ങനെ കുറച്ച് ദൂരം പോയിട്ട് ഒരു 4.5 കിലോമീറ്റർ പോയിട്ട് നമ്മൾ ബാംഗ്ലൂർ ബൈപ്പാസിൽ വന്ന് കയറും. അപ്പോൾ ഇത് നമ്മൾ ബാംഗ്ലൂർ ബൈപ്പാസിൽ വന്ന് കയറാൻ പോകുന്നത്. ബാംഗ്ലൂർ ബൈപ്പാസിൽ വന്ന് കയറി ബാംഗ്ലൂർ സിറ്റി ബൈപ്പാസാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മുടെ ഡ്രോപ്പ് ലൊക്കേഷനിലേക്ക് ഏതാണ്ട് 18 കിലോമീറ്റർ കൂടിയുണ്ട്. അപ്പോൾ ഇനി നമ്മൾ കുറച്ചും കൂടി അങ്ങോട്ട് പോയിട്ട് നമ്മൾ ഇരുക്കാട്ടുകോട്ടൈ റോഡിലേക്ക് കയറും. പേരമ്പാക്കം ഇരുക്കാട്ടുകോട്ടൈ റോഡിലേക്ക് കയറും. അപ്പോൾ നമ്മൾ ഇതൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ തന്നെ നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതൊക്കെ ലിക്കർ ഫാക്ടറീസാണ്. മദ്യം അത് മാനുഫാക്ചറിങ്ങിൻ്റെ ഫാക്ടറിയാണ് ഇതൊക്കെ. അപ്പോൾ നമ്മൾ ഇരുക്കാട്ടുകോട്ടൈ റോഡിൽ നിന്ന് നമ്മൾ പേരമ്പാക്കം റോഡിലേക്ക് കയറുകയാണ്. ഇനി ഇവിടുന്ന് നമ്മുടെ ഡ്രോപ്പ് ലൊക്കേഷനിലേക്ക് ഒരു 14 കിലോമീറ്റർ ഉണ്ട്. ഇപ്പോൾ നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ ഏതാണ്ട് വളർപ്പുറം എന്ന് പറഞ്ഞ സ്ഥലത്തൊക്കെ എത്തി. ഇനി വളർപ്പുറം കഴിഞ്ഞ് മണ്ണൂരെത്തി മണ്ണൂരിനെ ലെഫ്റ്റ് എടുത്താണ് നിമിലി റോഡിലേക്ക് കയറേണ്ടത്. അപ്പോൾ നമ്മളിതേ നിമിലി റോഡിലേക്ക് കയറി. ഇനി ഇവിടെ നിന്ന് ഒരു 6 കിലോമീറ്റർ കൂടി ഉണ്ട് നമ്മുടെ ഡ്രോപ്പ് ലൊക്കേഷനിലേക്ക്. അപ്പോൾ ഇവിടെ ഒരു നല്ലൊരു തടാകമൊക്കെ ഇട്ടിട്ടാണ്. അപ്പോൾ ഇതാണത്. അപ്പോൾ തന്നെ നമ്മൾ ഡ്രോപ്പ് ലൊക്കേഷനിലേക്ക് ഏതാണ്ട് അടുത്ത് തുടങ്ങി. നമ്മൾ വണ്ടി ബാക്ക് ഇട്ട് വെച്ച് കൊടുത്തു. അവർ ലോഡ് ഇറക്കിക്കൊണ്ടിരിക്കുന്നു. ഈ നല്ല വെയിറ്റുള്ള സാധനമാണ് നമ്മൾ കൊണ്ടുവന്നത്. അപ്പോൾ അവർ എടുക്കുമ്പോൾ തന്നെ നമ്മുടെ വണ്ടി എന്തൊക്കെയോളം കൊണ്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് റിസീവ്ഡ് കോപ്പിൽ സൈൻ ഇട്ട് തന്നു. നമ്മുടെ പേയ്മെൻറ്റ് റിസീവായി. നമ്മളിത് അടുത്ത ലോഡ് ലക്ഷ്യമാക്കിക്കൊണ്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മളിവിടെ നിന്ന് ഒരു 7 കിലോമീറ്റർ ഉണ്ട് നമ്മുടെ അടുത്ത ലോഡ് ഇതെടുക്കാൻ വേണ്ടിയിട്ട്. അത് സവിത കോളേജിൻ്റെ തൊട്ടടുത്തേക്കാണ്. അപ്പോൾ ഇവിടുന്ന് പോയിട്ട് നമുക്ക് വീണ്ടും ചെന്നൈ ബാംഗ്ലൂർ ബൈപ്പാസിൽ വന്ന് കയറണം. എന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ ലൊക്കേഷനിലെത്തുള്ളൂ. അപ്പോൾ തന്നെ നമ്മൾ ചെന്നൈ ബാംഗ്ലൂർ ബൈപ്പാസിൻ്റെ അവിടേക്ക് എത്തി. ഇനി ഇവിടുന്ന് ഒരു 1.5 കിലോമീറ്റർ കൂടിയുണ്ട് നമ്മുടെ പിക്കപ്പ് ലൊക്കേഷനിലേക്ക്. നമ്മുടെ പിക്കപ്പ് ലൊക്കേഷനിലെത്തി നമ്മൾ ലോഡ് കയറ്റി നമ്മളുടെ രാമാപുരം ലക്ഷ്യമാക്കുന്നുണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. രാമാപുരം ഇവിടുന്ന് ഏതാണ്ട് 21 കിലോമീറ്റർ ഉണ്ട്. 21 കിലോമീറ്റർ നമ്മൾ കടന്നു പോകാൻ ഏതാണ്ട് 1 മണിക്കൂർ 5 മിനിറ്റ് പേരഞ്ച് ബിക്കോസ് ട്രാഫിക്. അപ്പോൾ നമ്മൾ നസ്രത്ത് പേട്ട എത്താറായി. നസ്രത്ത് പേട്ടയുടെ തൊട്ടടുത്തേക്ക് ഇത് കോളേജാണ്. അപ്പോൾ നമ്മൾ പൂന്തമല്ലി വഴിയിലാണ് പോകുന്നത്. ഇതൊക്കെ മെട്രോ വണ്ടിയാണല്ലോ. അപ്പോൾ നമ്മൾ പൂന്തമല്ലി എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ എത്തി. അപ്പോൾ പൂന്തമല്ലിയുടെ ഇന്നർ സൈഡാണ് ഇതൊക്കെ. കുറച്ച് കാലം മുമ്പാട് ഭയങ്കര കൺജസ്റ്റഡ് ആയിരുന്നു റോഡിൽ. ഈ മെട്രോൻ്റെ വർക്ക് പോകുന്നത് 2 സൈഡ് ബാരിക്കേഡറൊക്കെ വെച്ചിട്ട്. അപ്പോൾ അതൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മൾ രാമാപുരം രാമചന്ദ്ര ഹോസ്പിറ്റലിൻ്റെ അവിടെ എത്തി. ഇനി പോരൂർ MGR ഫ്ലൈ ഓവർ കയറും നമ്മൾ. അപ്പോൾ ഇതാണ് MGR ഫ്ലൈ ഓവർ. മുകളിൽ മെട്രോൻ്റെ ലൈനാണ്. പോരൂർ വടപ്പഴനി ലൈനാണ്. അപ്പോൾ നമ്മൾ DLFൻ്റെ അവിടെ എത്തി.
അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ ഒരു വില്ലേജിൻ്റെ ഉള്ളിൽ കൂടെയാണ്. അതിൻ്റെ ഉള്ളിൽ കൂടെ പോവുകയാണെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് ഒരു 9 കിലോമീറ്റർ നമുക്ക് എളുപ്പത്തിൽ പോയി കിട്ടും. അപ്പോൾ ഇതിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. ഈ വഴിയൊക്കെ ഭയങ്കര കൺജസ്റ്റഡ് ആണ്. കണ്ടോ, ഡബിൾ ലൈനാണിത്. നടുവിപ്പറ്റ്. അപ്പോൾ ഇത് ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ഒരു സ്കൂളാണ്. അപ്പോൾ സ്കൂളിൽ എന്താ പരിപാടി ആയതുകൊണ്ട് അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ ഏതാണ്ട് നമ്മൾ ഉറകടം ബൈപ്പാസ് വന്ന് കയറിയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഡ്രോപ്പ് ലൊക്കേഷനിലേക്ക് ഏതാണ്ട് 6 കിലോമീറ്ററോളം. അപ്പോൾ ഗൈസ് നമ്മൾ ഡ്രോപ്പ് ലൊക്കേഷനിലെത്തി. ഈ ലോഡൊക്കെ ഇറക്കിയിട്ട് നമുക്ക് അടുത്ത ലോഡ് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ അടുത്ത ലോഡ് ബുക്കായിട്ടുണ്ട്. അപ്പോൾ അതെടുക്കാനാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സമയം ഏതാണ്ട് 9:40 ആവാറായി. അഞ്ചരം കണ്ടോ, 9:40. രാത്രി 9:40 നമ്മൾ ലോഡ് കയറ്റി തിരുമുടി ഭാഗത്തേക്ക് തേനാമ്പേട്ട എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് നമ്മൾ പോവുകയാണ്. അപ്പോൾ നമ്മൾ ലോഡൊക്കെ കയറ്റി നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ കാണുന്നത് മധുരവായൽ ബൈപ്പാസാണ്. രാത്രി വ്യൂ. അപ്പോൾ നമ്മൾ പല്ലാവരം എത്തി. കുറച്ച് കഴിഞ്ഞാൽ ചെന്നൈ ഇൻ്റർനാഷണൽ എയർപോർട്ട് എത്തും. ഈ രാത്രി നടക്കുമ്പോൾ സമയം 10:15. സോ നമ്മളിപ്പോൾ പല്ലാവരം നമ്മൾ ബ്രിഡ്ജ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ ബ്രിഡ്ജ്. അപ്പോൾ രാത്രിയിലത്തെ വ്യൂ, രാത്രിയിലത്തെ വ്യൂ. അപ്പോൾ ഈ സമയത്തും ഇവിടുത്തെ തിരക്കുകളുണ്ട്. സമയം 10:20 ആവാൻ പോകുന്നത്. പിന്നെ എയർപോർട്ടിൻ്റെ ലോങ് വ്യൂ അടിപൊളിയല്ല, ലൈറ്റൊക്കെ കിട്ടും ചെന്നൈയിൽ. ഇനിയിപ്പോൾ ഇത് എയറോ ഹബ്ബാണ്. പാർക്കിംഗ് സ്ലോട്ട് ഉണ്ട്, അതിൻ്റെ മുകളിൽ ഷോപ്പിംഗ് കോംപ്ലക്സും ഉണ്ട്. അപ്പോൾ നമ്മൾ എയർപോർട്ടിൻ്റെ അവിടേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മുടെ ഡ്രോപ്പ് ലൊക്കേഷനിലേക്ക് ഒരു 9 കിലോമീറ്റർ മുകളിൽ വിമാനം പോകുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ കത്തിപ്പാറ ജംഗ്ഷനിലെത്താം. അപ്പോൾ നമ്മൾ ലോഡൊക്കെ ഇറക്കി നമ്മൾ വീട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ബൈ ബൈ.